നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. तिरुवल्ला केरलम में विकास के नए युग की शुरुआत का केंद्र बनकर उभरा है. तिरुवल्लयिले जनंगलुडे विश्वासमान यंगलुडे ഏറ്റവും വലിയ ശക്തി. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 5 നാളുകൾ മാത്രം. ആവേശമുയർത്തി ദേശീയ നേതാക്കൾ കേരളത്തിൽ. ഇടതു സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LDFന് വിട നൽകാൻ കേരളം തയ്യാറായി എന്നും പ്രധാനമന്ത്രി. തലസ്ഥാനത്തെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറഞ്ഞ നേതാക്കൾ. LDFന് കേരളത്തിൽ RSSന്റെയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും പിന്തുണയുണ്ടെന്ന് രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധിയുടെ അരികിൽ പോറ്റി എങ്ങനെ എത്തി എന്ന ചോദ്യവുമായി MA ബേബി. SDPI ബന്ധത്തിൽ കാപട്യമേ നിന്റെ പേരോ പിണറായി എന്ന പരിഹാസവുമായി VD സതീശൻ. തൃശൂർ ഒളരിയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വോട്ടിന് കിറ്റ് നൽകിയതായി പരാതി. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ തെറ്റുപറ്റിയെങ്കിൽ തിരുത്തുമെന്ന് TP രാമകൃഷ്ണൻ. വെൽഫെയർ പാർട്ടിയുടെ കൺവെൻഷനിൽ തന്റെ പേര് വന്നതിനെക്കുറിച്ച് അറിയില്ല എന്ന് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ. ഇറാനിൽ നിന്നും അയച്ച 23 ബാലിസ്റ്റിക് മിസൈലുകളും 56 ഡ്രോണുകളും പ്രതിരോധിച്ചതായി UAE പ്രതിരോധ സേന. അവശിഷ്ടങ്ങൾ വീണ് വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ. നിരവധി പേർക്ക് പരിക്ക്. വയനാട് ഫണ്ട് വിവാദത്തിൽ കണക്കുകൾ വിശദീകരിച്ച് കോൺഗ്രസ്. പുനരധിവാസത്തിനായി 5,38 ലക്ഷം രൂപ പിരിച്ചതായി സണ്ണി ജോസഫ്. CPMന്റേത് അടിസ്ഥാനരഹിത ആരോപണമെന്നും സംവാദത്തിന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും KPCC പ്രസിഡന്റ്. കോൺഗ്രസ് പുറത്തുവിട്ടത് കള്ളക്കണക്കെന്ന് CPM. ദുരന്തബാധിതയായ ശ്രുതിയെ T സിദ്ദിഖ് MLA പറഞ്ഞു പറ്റിച്ചുവെന്ന് CPM വയനാട് ജില്ലാ സെക്രട്ടറി. ആരോപണം പച്ചക്കള്ളമെന്ന് T സിദ്ദിഖ്. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. വിശദമായ വാർത്തകളിലേക്ക്. തിരുവല്ലയെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ഇടതു സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്നും വികസനം തടയുന്ന അഴിമതിയുടെയും വർഗീയതയുടെയും മതിലുകൾ തകർക്കണമെന്നും മോദി ആഹ്വാനം ചെയ്തു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളെ കോൺഗ്രസ് അപകടത്തിലാക്കുകയാണെന്നും മോദി കുറ്റപ്പെടുത്തി. ജയ് കേരളം, ജയ് വികസിത കേരളം. കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. तिरुवल्ला केरलम में विकास के नए युग की शुरुआत का केंद्र बनकर उभरा है. मैं इस जन समर्थन के लिए तिरुवल्ला की जनता का बहुत बहुत धन्यवाद करता हूं. तिरुवल्ला के लोगों का विश्वास ये हमारी सबसे बड़ी ताकत है. तिरुवल्लयिले जनंगलुडे विश्वासमान यंगलुडे ഏറ്റവും വലിയ शक्ति. एंड सुहृदगणे, हमारे केरलम को ईश्वर ने अपार संसाधन
और संभावनाएं दी है। അണികളിലും സ്ഥാനാർത്ഥികളിലും ആവേശം നിറച്ച് തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. കിള്ളിപ്പാലം മുതൽ കരമന വരെ നടന്ന റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അണിചേർന്നത്. ആലപ്പുഴയിൽ ആവേശം നിറച്ച രാഹുൽ ഗാന്ധി ആലപ്പുഴ കാവുങ്കലിൽ നടന്ന UDF തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. യോഗത്തിൽ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കണക്കിന് വിമർശിക്കുകയും ചെയ്തു. BJP CPM ഡീലിലൂന്നിയ രാഷ്ട്രീയ പ്രസംഗമായിരുന്നു തെരഞ്ഞെടുപ്പ് വേദിയിൽ രാഹുൽ ഗാന്ധി നടത്തിയത്. മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും രൂക്ഷമായി വിമർശിച്ച രാഹുൽ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇടതുപക്ഷം ഇല്ലാതാകുമെന്നും പറഞ്ഞു. Frankly, there is nothing left about the left front. And after the election, there will be nothing left of the left front. മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും അധികാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി സഹായിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. തനിക്കെതിരെ 38ഓളം കേസുകൾ ചുമത്തിയ മോദി പക്ഷേ പിണറായി വിജയനെതിരെ ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറായിട്ടില്ല. കേരളത്തിലെത്തിയിട്ടും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ഒരു വാക്കുപോലും മോദി പറഞ്ഞിട്ടില്ല എന്നും രാഹുൽ കുറ്റപ്പെടുത്തി. I fight the BJP, I fight the RSS. I've got 38 cases on me. Narendra Modi attacks me and the Congress party every single day. The most valued temple in Kerala, gold is stolen from that temple. Prime Minister comes to Kerala, does not say a word about it. ആയിരങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ ജില്ലയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും രാഹുലിനൊപ്പം വേദിയിലെത്തി. അധികാരത്തിലെത്തിയാൽ UDF ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന 5 പ്രധാന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധി വേദി വിട്ടത്. ജില്ലയിലേക്ക് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്തിയതോടെ UDF ക്യാമ്പിൽ വിജയപ്രതീക്ഷ ഇരട്ടിക്കുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. കേരളത്തിൽ LDFന് RSSന്റെയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും പിന്തുണയുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇടുക്കി കട്ടപ്പനയിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പനയിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി LDFനെയും BJPയെയും രൂക്ഷമായി വിമർശിച്ചു. കേരളത്തിൽ UDFനെ നേരിടുന്നത് LDFും BJPയും ചേർന്നാണ്. LDF BJPയെ പോലെ കോർപ്പറേറ്റ് പാർട്ടിയായി മാറിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. Now you all know the corruption done by the Chief Minister of Kerala and his family. Every child in Kerala knows the corruption of the Chief Minister. I fight Narendra Modi. I have 36 cases against me. I'm out on bail. I've been interrogated for 55 hours. They took away my house. They took away my Lok Sabha membership. യോഗത്തിൽ വെച്ച് വന്ദേ മാതരം ആലപിച്ച കുട്ടിയെ രാഹുൽ ഗാന്ധി തന്റെ സമീപത്തേക്ക് വിളിച്ചു വരുത്തി. ഇത്രയും വലിയ ആൾക്കൂട്ടത്തിന് മുൻപിൽ ഭയമില്ലാതെ പാടിയ പെൺകുട്ടി കേരളത്തിലെ സ്ത്രീത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. I was thinking to myself, how beautifully she sang this song in front of such a huge crowd without any fear. She represents the women of Kerala. ഇടുക്കി, പീരുമേട്, ഉടുമ്പൻചോല നിയോജക മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ഇടുക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നല്ല, സോണിയയുടെ അരികിൽ പോറ്റി എങ്ങനെ എത്തി എന്നാണ് CPM ചോദിക്കുന്നത് എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ UDF അതിന് തയ്യാറായില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ നടന്ന സ്വർണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് യാതൊരു തെളിവുകളും വന്നിട്ടില്ല. ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ 2 സംസ്ഥാനങ്ങളിൽപ്പെട്ട കുറ്റവാളികളും പ്രതികളും അവര് നേരത്തെ കടന്നു ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടുള്ള ദുർഗമമായ ഒരു ദുർഗം പോലെ ഈ സുരക്ഷാ വളയങ്ങളുള്ള ഒരു സ്ഥലത്ത് ഒന്നിലധികം തവണ ചെല്ലുന്നു, കയ്യിൽ ചിലതെല്ലാം കെട്ടിക്കൊടുക്കുന്നു. അതിൽ ബന്ധപ്പെട്ട മഹദി എനിക്ക് വളരെ ബഹുമാനമുള്ള നേതാവാണ്. ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ പലപ്പോഴും കാണുകയും അവരെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ബന്ധപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേ ഇല്ല. അത് വെറുതെ ഔപചാരികമായി പറയുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ അവർ ഉൾപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തൃശൂരിൽ വോട്ടിന് BJP കിറ്റ് നൽകിയതായി പരാതി. ഒളരിയിലെ സൂപ്പർമാർക്കറ്റിൽ നിന്നുമാണ് കിറ്റ് വിതരണം ചെയ്തത്. ഇടതുപക്ഷത്തിലെ പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. പണം മുടക്കി BJP തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്ന് ഇടതുപക്ഷം ആരോപിച്ചു. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിന് പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരെ പരാതി നൽകി മഹിളാ മോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കവിത മേനോനാണ് പരാതി നൽകിയത്. അതേസമയം BJPക്കെതിരെ രമേശ് പിഷാരടി രംഗത്ത് വന്നു.
പാലക്കാട് വടക്കന്തറയിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ രമേശ് പിഷാരടിയെ തടഞ്ഞതിന് BJP കൗൺസിലർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് മഹിളാ മോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കവിതാ മേനോൻ പരാതി നൽകിയത്. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്ന വ്യക്തി പൊതുരംഗത്ത് ഉണ്ടാകുന്നത് ശരിയല്ല എന്നും ബലാത്സംഗങ്ങളെ വ്യക്തിപരമായി ചിത്രീകരിക്കുക വഴി ബലാത്സംഗത്തിൽ അകപ്പെട്ട ഇരകളെയും സ്ത്രീത്വത്തെയും അവഹേളിക്കുകയാണ് പിഷാരടി ചെയ്തതെന്നും പരാതിയിൽ ആരോപിക്കുന്നു. പിഷാരടിക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും കവിതാ മേനോൻ ആവശ്യപ്പെട്ടു. അതേസമയം എന്തിനാണ് പരാതി നൽകിയതെന്ന് എല്ലാവർക്കും അറിയാമെന്നും തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ BJP സ്ഥാനാർത്ഥി ഗിമ്മിക്കുകൾ കാണിക്കുകയാണെന്നും രമേശ് പിഷാരടി പ്രതികരിച്ചു. മറ്റൊന്നും കിട്ടാതിരിക്കുന്നത് കൊണ്ട് നിരന്തരമായി എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യമായ കാമ്പ് ഇതിനകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. അമൃത ന്യൂസ്, പാലക്കാട്. FCRA ബിൽ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണെന്നും ബില്ലിന്റെ ഭാഗമായി ഒരു നടപടിയും ഉണ്ടാകില്ല എന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആശങ്ക പരിഗണിച്ചാണ് നടപടിയെന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിന്നുള്ള BJP പ്രതിനിധികളെ ഡൽഹിക്ക് വിളിപ്പിക്കുമെന്നും അവരുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകൂവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. I have given full assurance. The Christian community need not worry at all. I have assured them our proposed FCRA amendment bill will only help and support the good NGOs working for the people. It will only target those illegal organizations working against India's interest and those who are illegally funding the money for wrongful purpose. So the good organizations need not worry, especially the Christian organizations. Now the FCRA bill is put on hold and we are going to discuss more, and I will call our state unit BJP team to Delhi after election. FCRA ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് എതിരും അപകടകരമായ ഭേദഗതിയാണെന്നും കൃത്യമായ ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടിയും അവരുടെ സ്ഥാപനങ്ങളും തട്ടിയെടുക്കുന്നതിനുള്ള നടപടിയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സുരേഷ് ഗോപി FCRA പ്രൊവിഷൻസ് വായിച്ചു നോക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് പറഞ്ഞു. അല്ല, FCRA ആക്ട് അതിനു വേണ്ടിയിട്ടാണല്ലോ, തെറ്റായ നടപടികളിലൂടെ വിദേശത്തുനിന്ന് പണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ FCRA. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊവിഷൻസ് സുരേഷ് ഗോപി ഒന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ലൈസൻസ് റിന്യൂവൽ കൊടുക്കാതിരിക്കാം. മനസ്സിലായില്ലേ? ഏത് സമയത്ത് വേണമെങ്കിലും, എന്ത് കാരണത്തിൻ്റെ പുറത്ത് വേണമെങ്കിലും ലൈസൻസ് റിന്യൂവൽ കൊടുത്തില്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ടേക്ക് ഓവർ ചെയ്യാം. ആരാധനാലയം വേണമെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാം. അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അവർ തുടങ്ങിയിരിക്കുന്ന ഏത് സ്ഥാപനവും ഗവൺമെൻറ്റിന് ടേക്ക് ഓവർ ചെയ്യാം. അത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരാണ്, മൗലികാവകാശങ്ങൾക്ക് എതിരാണ്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് എതിരാണ്. കൊണ്ടുവന്നിട്ട് അങ്ങ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞങ്ങളിത് വഖഫ് ബില്ല് കൊണ്ടുവന്നപ്പോഴും അതിശക്തിയായി എതിർത്തത് അതുകൊണ്ടാണ്. അന്നും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവർ ചർച്ച് ബില്ലായിട്ട് വരുമെന്ന്. ഇവർ ചർച്ച് ബില്ലും തയ്യാറാക്കുന്നുണ്ട്. FCRA ആക്ടിൽ ഭേദഗതി അപകടകരമായ ഭേദഗതിയാണ്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം, വിദേശ നാണ്യ നിയന്ത്രണ ചട്ടങ്ങളുണ്ടാകണം, നിയമം ഉണ്ടാകണം. അതിനൊന്നും ഞങ്ങളെതിരല്ല. ഞങ്ങൾ കൊണ്ടുവന്നതല്ലേ FCRA ആക്ട്. അത് വേണം, കാരണം വേറെ തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടി, അവരുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു അവതരണമാണ്. കേരളത്തിൽ പുറത്തുവരുന്ന സർവേകൾ പെയ്ഡ് സർവേയാണെന്നും എല്ലാം തട്ടിക്കൂട്ടാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ജനവികാരം പ്രതിഫലിക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കാസർഗോഡ് വ്യക്തമാക്കി. ജനവികാരം തിരിച്ചറിയാൻ സാധിക്കുന്നുവെന്നും അത് സർക്കാരിനെതിരെ ശക്തമായി നിലനിൽക്കുന്നുവെന്ന് VD സതീശൻ പറഞ്ഞു. ഇപ്പോൾ SDPI പിന്തുണയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല. SDPI തീവ്രവാദ സംഘടന എന്ന് പാർട്ടി കോൺഗ്രസിന്റെ തന്നെ തീരുമാനമാണ്. അത് കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. കാപട്യമേ നിന്റെ പേരോ പിണറായി എന്നും VD സതീശൻ പരിഹസിച്ചു. കേരളത്തിൽ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല തട്ടിക്കൂട്ടിയ സർവേകളും പുറത്തു വരികയാണ്. ഈ സർവേകളിൽ ഭൂരിഭാഗവും പെയ്ഡ് സർവേകളാണ്, പൈസ കൊടുത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന സർവേകളാണ്, ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേകളാണ്. ഇത് പാർലമെൻറ്റ് ഇലക്ഷൻ അങ്ങനെ തന്നെയായിരുന്നു. പാർലമെൻറ്റ് ഇലക്ഷൻ നിങ്ങൾക്കറിയാം, പാലക്കാട് ശ്രീ VK ശ്രീകണ്ഠൻ 3-ാം സ്ഥാനത്ത് പോകും എന്നാണ് സർവേ പറഞ്ഞത്. അദ്ദേഹം 2 പ്രാവശ്യമായിട്ട് MP ആണ് അവിടെ.
ഇപ്രാവശ്യം 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ MP ആയത്. CPM പാർട്ടി കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി വായിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അയച്ചു തരാം. പാർട്ടി കോൺഗ്രസിലെ ആ ഖണ്ഡിക ഞാൻ അയച്ചു തരാം. SDPI തീവ്രവാദ സംഘടനയാണെന്ന് CPM പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച അവരുമായി കൂട്ടുചേർന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കാപട്യമോ നിന്റെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരവിടെ. പിന്നെ എന്തു പാർട്ടി കോൺഗ്രസ് ആണ്? പേരാമ്പ്രയിൽ അനൗൺസ്മെന്റ് വിവാദത്തിൽ തെറ്റുപറ്റിയെങ്കിൽ തിരുത്തുമെന്ന് TP രാമകൃഷ്ണൻ. വെൽഫെയർ പാർട്ടിയുടെ കൺവെൻഷനിൽ തന്റെ പേര് വന്നതിനെക്കുറിച്ച് അറിയില്ല എന്ന് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയെ പറഞ്ഞു. ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് കലങ്ങി മറിയുകയാണ് പേരാമ്പ്ര. ഫാത്തിമ തഹ്ലിയ മതം പറഞ്ഞ് വോട്ട് പിടിക്കുകയാണെന്ന അനൗൺസ്മെന്റാണ് പേരാമ്പ്രയിൽ ആദ്യമായി വിവാദം സൃഷ്ടിച്ചത്. മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ കുട്ടിക്ക് എന്നാണ്. ഇതോടെ TP രാമകൃഷ്ണനെതിരെ പരാതിയുമായി UDF ക്യാമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ ഇത്തരമൊരു അനൗൺസ്മെന്റ് നടന്നിട്ടില്ലെന്നായിരുന്നു TP രാമകൃഷ്ണന്റെ പ്രതികരണം. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രചരണവും നടത്തുന്നില്ല. ഞങ്ങളെ വാഹനങ്ങളിലുള്ള അനൗൺസ്മെന്റ് നിങ്ങൾ കേൾക്ക്. എന്നിട്ട് എന്തെങ്കിലും തെറ്റ് അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. തൊട്ടു പിന്നാലെ തെഹ്ലിയ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നുവെന്ന പരാതിയുമായി LDF ക്യാമ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇതിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വെൽഫെയർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തഹ്ലിയ പങ്കെടുക്കുന്നുവെന്ന് നോട്ടീസ് പ്രചരിപ്പിച്ചാണ് LDF പ്രതിരോധം തീർത്തത്. എന്നാൽ അവസാന നിമിഷം കൺവെൻഷനിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. നോട്ടീസിൽ പേര് വന്നതിനെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഫാത്തിമ തഹ്ലിയ ഇന്ന് നൽകിയ പ്രതികരണം. എനിക്ക് പേഴ്സണലി ആയിട്ടല്ലല്ലോ ക്ഷണങ്ങളും കാര്യങ്ങളും വരുന്നത്. അത് കമ്മിറ്റി മുഖാന്തരമാണ്. ഞാൻ എവിടെയാണ് ഇത്തരത്തിൽ നോമിയായിട്ട് മാറുന്നത് എന്ന് അവർ പ്രൂവ് ചെയ്യട്ടെ. അങ്ങനെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാദങ്ങൾ കൊണ്ടുവന്ന് എന്നെ അതിന്റെ പിന്നാലെ നടത്താൻ നോക്കിയാൽ പറ്റില്ല. അതേസമയം വിവാദ അനൗൺസ്മെന്റ് നടന്നിട്ടില്ലെന്ന പ്രസ്താവനയിൽ നിന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്ന പ്രസ്താവനയിലേക്ക് TP രാമകൃഷ്ണൻ മാറി. കാഫിർ സ്ക്രീൻഷോട്ട് പോലെ പുകയുമായിരുന്ന വിവാദത്തിനാണ് ഇതോടെ താൽക്കാലികമായി വിരാമമായത്. ഇരു സ്ഥാനാർത്ഥികൾക്കും നൽകിയ നോട്ടീസിൽ കമ്മീഷൻ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയുവാനുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇറാനിൽ നിന്നും അയച്ച 23 ബാലിസ്റ്റിക് മിസൈലുകളും 56 ഡ്രോണുകളും പ്രതിരോധിച്ചതായി UAE പ്രതിരോധ സേന അറിയിച്ചു. ദുബായ് ഇന്റർനെറ്റ് സിറ്റിയിലെ ഒറാക്കിൾ ബിൽഡിംഗിലും ദുബായ് മറീനയിലെ ഒരു കെട്ടിടത്തിലും അവശിഷ്ടങ്ങൾ വീണ് നാശനഷ്ടങ്ങളുണ്ടായി. ഇറാൻ US ഇസ്രായേൽ യുദ്ധം തുടങ്ങി 36-ാം ദിവസവും UAEക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ത്യക്കാരനുൾപ്പെടെ 10 പേർക്കും 2 സൈനികർക്കും സൈന്യത്തിനായി കരാർ ജോലികൾ ചെയ്തിരുന്ന ഒരു മൊറോക്കൻ സ്വദേശിക്കും ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായി. ഇന്ത്യക്കാർ ഉൾപ്പെടെ 217 പേർക്കാണ് ആക്രമണ ശ്രമങ്ങളുടെ ഭാഗമായി UAEയിൽ പരിക്കേറ്റത്. സൗദിയിൽ ബിനാമി വിരുദ്ധ ദേശീയ പ്രോഗ്രാം കഴിഞ്ഞ മാസം രാജ്യത്ത് നടത്തിയ പരിശോധനകൾക്കിടെ 71 ബിനാമി ബിസിനസ്സുകൾ കണ്ടെത്തി. ബിനാമി ബിസിനസ് കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കാനും ചെറുക്കാനുമുള്ള നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കം. സംശയത്തിന്റെയും ഫീൽഡ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ 2611 സ്ഥാപനങ്ങളിലാണ് ബിനാമി വിരുദ്ധ ദേശീയ പ്രോഗ്രാം കഴിഞ്ഞ മാസം പരിശോധനകൾ നടത്തിയത്. നിയമലംഘകർക്കെതിരെ നിയമപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനായി കേസുകൾ പിന്നീട് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. UAEയിലെ വിപണികളിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയിൽ കുറവില്ല എന്ന് സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പ് മന്ത്രാലയം അറിയിച്ചു. ഭക്ഷ്യസാധനങ്ങളുടെ ഇറക്കുമതി തടസ്സങ്ങളില്ലാതെ നടക്കുന്നുണ്ട്. വിലസ്ഥിരതയും ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിനായി രാജ്യമൊട്ടാകെ 12,284 പരിശോധനകൾ നടത്തിയതായി മന്ത്രാലയം അറിയിച്ചു. 249 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തി നടപടികൾ സ്വീകരിച്ചു. രാജ്യത്തുള്ള സംഭരണശാലകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ഉള്ളവയുടെ ലഭ്യത വരുത്തിയിട്ടുണ്ട് എന്ന് മന്ത്രാലയം വിശദമാക്കി. UAEയുടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ശക്തമായ ലോജിസ്റ്റിക് സൗകര്യങ്ങളും ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് UAE സാമ്പത്തിക ടൂറിസം വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ തൗദ് അൽ മറി പറഞ്ഞു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവ രാജ്യത്തിന്റെ പ്രഥമ പരിഗണനകളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിന്റെ വിവിധ മേഖലകളിൽ വൈദ്യുതി വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. പ്രധാന സബ്സ്റ്റേഷനുകളിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഈ ക്രമീകരണമെന്ന് വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. വരും ദിവസങ്ങളിൽ നിശ്ചിത സമയങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്നും അധികൃതർ അറിയിച്ചു. വേനൽക്കാലത്തിന് മുന്നോടിയായി വൈദ്യുതി വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത ഉറപ്പാക്കാനാണ് മന്ത്രാലയം വിപുലമായ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിലെ
റെസിഡൻഷ്യൽ വ്യവസായ മേഖലകളിലടക്കം ഘട്ടം ഘട്ടമായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും അധികൃതർ അറിയിക്കുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് KUWJ മിഡിൽ ഈസ്റ്റ് കമ്മിറ്റിയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ധാരണാപത്രം കൈമാറി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇന്റർനാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സായ ദുബായിൽ ഇന്റർനാഷണൽ ഹബ്ബിൽ നടന്ന ചടങ്ങിലാണ് ധാരണാപത്രം കൈമാറിയത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MD ഷംലാൽ അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. UAE-യിലെ മാധ്യമപ്രവർത്തകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കാൻ മലബാർ ഗോൾഡ് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ഷംലാൽ അഹമ്മദ് അറിയിച്ചു. മലബാർ ഗോൾഡിന്റെ വളർച്ചയിൽ മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും പങ്ക് ഏറെ വിലപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. KUWJ മിഡിൽ ഈസ്റ്റ് സെക്രട്ടറി T. ജമാലുദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് മിൻഡു P. ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വൈസ് ചെയർമാൻ KP അബ്ദുൽ സലാം ചടങ്ങിൽ സംസാരിച്ചു. ട്രഷറർ TK മനാഫ് നന്ദി പറഞ്ഞു. തുടർച്ചയായി 4ാം വർഷമാണ് മാധ്യമപ്രവർത്തകർക്കായുള്ള KUWJ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഹകരിക്കുന്നത്. കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയവും പ്രവാസികളുടെ അവകാശങ്ങളും ഗൗരവമായി ചർച്ച ചെയ്ത ജിദ്ദ KMCC മീഡിയ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കേരള അറ്റ് 2026 പ്രവാസത്തിന്റെ നിലപാടും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ പാനൽ ഡിബേറ്റ് സംഘടിപ്പിച്ചു. പരിപാടിയിൽ ജിദ്ദയിലെ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ജിദ്ദ സീസൺസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പാനൽ ഡിബേറ്റ് KMCC ജനറൽ സെക്രട്ടറി VP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്ക് വെറും വാഗ്ദാനങ്ങൾ നൽകി സർക്കാർ വഞ്ചിക്കുകയാണെന്നും കോവിഡ് കാലം നമ്മൾ മറക്കാൻ പാടില്ലെന്നും മുസ്തഫ പറഞ്ഞു. പ്രവാസത്തിൻ്റെ പ്രയാസങ്ങളിൽ കുടുംബങ്ങളിലേക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനോ മറ്റോ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. ആക്ടിംഗ് പ്രസിഡന്റ് അബ്ദുറസാഖ് മാസ്റ്റർ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. മീഡിയ വിംഗ് ചെയർമാൻ സുൽഫിഖ്രോദായി മോഡറേറ്ററായിരുന്നു. ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഒരു അവകാശമായി കിട്ടണം എന്നുള്ളതാണ് റൈറ്റ് ടു പെൻഷൻ എന്ന് പറഞ്ഞത്. UDF ഗവൺമെൻറ് ഇട്ടേച്ചു പോയ ഹൈവേ ഏറ്റെടുത്ത് അത് നടത്താൻ കഴിഞ്ഞു. ഇത്രയും കുട്ടികളുടെ വിദ്യാഭ്യാസം ആശങ്കയിലായിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ CBSE ഇത്തരം ഒരു പോളിസി ഇറക്കിയപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും പുരോഗതികൾ വാചാലമായി സംസാരിക്കുമ്പോൾ നമ്മൾ വാക്കുകളിലെ വാചാലതയിലല്ലോ കാര്യം, നമുക്കതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലങ്ങളിലാണല്ലോ കാര്യം. ഇതിൽ നമുക്ക് എന്ത് ആശങ്കയാണ് സർക്കാർ ഉന്നയിച്ചത്? മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് ഫലപ്രദമായ പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കുക, വോട്ടവകാശത്തിനായി പ്രോക്സി വോട്ട്, ബാലറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങളും ചർച്ചയിൽ ഉയർന്നു. UDF പ്രകടന പത്രിക പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഹക്കീം പാറക്കൽ പറഞ്ഞു. ഇതെല്ലാം നല്ല രീതിയിൽ നടക്കുമ്പോഴല്ലേ ഇന്ത്യ എന്നുള്ള പൂർണ്ണാർത്ഥത്തിലുള്ള ഭാരതം. ഭൂരിപക്ഷ പ്രതിനിധികളും അത് ശരിവെച്ചു. വാസു, സിബി ജോർജ്, KV നാസർ, മോഹസിന ഷരീഫ്, മുംതാസ് ടീച്ചർ, ഷമീല മൂസ, അബ്ബാസ് ചമ്പൻ, ഉബൈദുള്ള തങ്ങൾ, സിദ്ദീഖ്, ഇസാഖ് പൂണ്ടോളി, ജലാൽ തേനിപ്പാലം തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു. നാസർ വെളിയങ്കോട് ചർച്ച ഉപസംഹരിച്ചു. മീഡിയ വിംഗ് കൺവീനർ ജാഫർ പാലക്കോട് സ്വാഗതവും മൂസ പട്ടത്ത് നന്ദിയും പറഞ്ഞു. നൌഫൽ ഉള്ളാടൻ, ബാദുഷ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സുൽഫിഖ്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ. വയനാട് ഫണ്ട് വിവാദത്തിൽ കണക്കുകൾ നിരത്തി കോൺഗ്രസ് 5,38 ലക്ഷം രൂപ പിരിച്ചതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കി. പൊതുജനങ്ങളിൽ നിന്നും പണം പിരിക്കാതെ വീട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം കോൺഗ്രസ് പുറത്തുവിട്ടത് കള്ളക്കണക്ക് എന്നാണ് CPM-ന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ വെല്ലുവിളിക്ക് പിന്നാലെ വയനാട്ടിൽ ദുരിതബാധിതർക്ക് വേണ്ടി പിരിച്ച തുകയുടെ വരവ് ചെലവ് കണക്കുകൾ കോൺഗ്രസ് വെളിപ്പെടുത്തി. കോൺഗ്രസ് പിരിച്ചത് 5,38 ലക്ഷം രൂപ. ഇതിനു പുറമെ യൂത്ത് കോൺഗ്രസ് പിരിച്ചു നൽകിയത് 1,05 ലക്ഷം രൂപ. 2 ഘട്ടങ്ങളിലായി ഭൂമി വാങ്ങിയതിന് 6,43 ലക്ഷം രൂപ ചെലവായതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവിന്റെയും KPCC അധ്യക്ഷന്റെയും 2 ജോയിന്റ് അക്കൗണ്ടുകൾ വഴിയാണ് പണം പിരിച്ചത്. ഭവന നിർമ്മാണ ഫണ്ടിന്റെ പേരിൽ ഞങ്ങളെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ച് ഞങ്ങൾക്കെതിരായിട്ട് പ്രചരണം നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിട്ടൊരു സംവാദത്തിന് തയ്യാറാണെന്ന് പലവട്ടം പറഞ്ഞു. മുഖ്യമന്ത്രി ആ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ടെടുത്ത ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് അക്കൗണ്ട് വഴി ആകെ ഇതുവരെ ലഭിച്ചത്
5,38,21,632 രൂപയാണ്. ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ഇനിയും തുക വേണമെന്നാണ് KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയത്. അതായത് വീട് പണി തുടങ്ങാൻ ഇനിയും പണം കണ്ടെത്തണം. 73,90,985 രൂപ കൂടി ഈ ഭൂമിയുടെ രജിസ്ട്രേഷനും അതിന്റെ സർവേ ഉൾപ്പെടെയുള്ള EDS, കോണ്ടൂർ സർവേ, മുദ്രപത്രം, രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കെല്ലാം കൂടിയായിട്ട് 73,90,985 രൂപ കൂടി ആവശ്യമുണ്ട്. രജിസ്ട്രേഷൻ ഞങ്ങള് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി വാങ്ങിയ സ്ഥലത്താണ് അവര് കയ്യേറി വീട് സ്ഥാപിക്കാൻ തുടങ്ങിയത്. ഗവൺമെന്റ് പദ്ധതികൾ എന്താ? ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ നേതൃത്വം നിലപാട് സ്വീകരിക്കേണ്ടത്? കോൺഗ്രസ് പുറത്തുവിട്ടത് കള്ളക്കണക്ക് എന്നായിരുന്നു M. സ്വരാജിന്റെ പ്രതികരണം. ആപ്പിലൂടെയാണ് പണം പിരിച്ചതെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടണം എന്ന് CPM വയനാട് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലിയുടെ പേര് പുതുക്കില്ല. അഞ്ജലി PV എന്നത് അഞ്ജലി നായർ എന്നാക്കണമെന്നായിരുന്നു സ്ഥാനാർത്ഥിയുടെ ആവശ്യം. എന്നാൽ വരണാധികാരി ആവശ്യം തള്ളുകയായിരുന്നു. അഞ്ജലി PV എന്നായിരിക്കും ബാലറ്റിൽ രേഖപ്പെടുത്തുക. പൊതുജനങ്ങൾക്കും പോസ്റ്ററുകളിലും അഞ്ജലി നായർ എന്ന പേരിലാണ് പരിചിതയെന്നും EVM-ൽ മറ്റൊരു പേര് വോട്ടർമാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടി സ്ഥാനാർത്ഥി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ കോടതി വരണാധികാരിയോട് ആവശ്യപ്പെടുകയായിരുന്നു. സ്ഥാനാർത്ഥിയെ കേട്ടതിന് ശേഷമാണ് പേര് മാറ്റേണ്ടതില്ല എന്ന തീരുമാനമുണ്ടായത്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.